ഹലോ ഗൈസ്, നമുക്കിന്നൊരു അടിപൊളി ഞണ്ട് റോസ്റ്റ് ഉണ്ടാക്കിയാലോ? അതും വളരെ എളുപ്പത്തിൽ. അതിനായിട്ട് ആദ്യം ഞണ്ടിനെല്ലാം കഴുകി വൃത്തിയാക്കി എടുക്കുക കേട്ടോ. എന്നിട്ട് അടുപ്പത്ത് പാൻ വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കടുകും വറ്റൽമുളകും കറിവേപ്പില സ്പൈസസും എല്ലാം കൂടി ഇട്ട് പൊട്ടിക്കുക കേട്ടോ. അതിനുശേഷം സവാള ഇട്ടിട്ട് സവാള നന്നായിട്ട് വഴലാനായിട്ട് ഉപ്പും ചേർത്ത് സവാള ഒന്ന് വഴറ്റുക. സവാള പാതി വഴന്ന് കഴിയുമ്പോഴേക്കും നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആഡ് ചെയ്യാം. അതും കഴിഞ്ഞൊരു 5 മിനിറ്റ് കഴിയുമ്പോഴേക്കും നമുക്ക് പച്ചമുളക് കൂടി ആഡ് ചെയ്ത് നന്നായിട്ട് വഴറ്റി കൊടുക്കുക കേട്ടോ. സവാളയൊക്കെ നന്നായിട്ട് വഴണ്ട് വന്നു കണ്ടു കഴിയുമ്പോൾ നമുക്ക് തക്കാളി ആഡ് ചെയ്യാം. തക്കാളി നന്നായിട്ട് വെന്തുടഞ്ഞ് അലിഞ്ഞ് വന്നതിന് ശേഷം നമുക്ക് പൊടികൾ ആഡ് ചെയ്യാം കേട്ടോ. പൊടികൾ ആഡ് ചെയ്ത് പൊടികളുടെ പച്ചമണമൊക്കെ മാറിക്കഴിഞ്ഞ് നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് വെള്ളം തിളയ്ക്കാനായിട്ട് വെക്കാം. വെള്ളം നന്നായി തിളച്ച് വന്നതിന് ശേഷം നമുക്ക് ഞണ്ട് കുഞ്ഞുങ്ങളെ ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു 25 തൊട്ട് 30 മിനിറ്റ് വരെ ലോ ഫ്ലെയിമിലിട്ട് വേവിക്കാം കേട്ടോ. അങ്ങനെ ഈ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റിച്ച് കുറുക്കി എടുക്കുമ്പോഴേക്കും നമ്മുടെ അടിപൊളി ഞണ്ട് റോസ്റ്റ് റെഡി. അങ്ങനെ ആകുമ്പോഴാട്ടോ നമ്മുടെ ഞണ്ടിലേക്ക് ഗ്രേവിയൊക്കെ നന്നായിട്ട് പിടിക്കത്തുള്ളൂ. ഫൈനലി തീ ഓഫ് ചെയ്ത് കുറച്ച് വെളിച്ചെണ്ണയും പച്ചക്കറിവേപ്പിലയുടെ തൂക്കി കൊടുത്ത് നമ്മുടെ കറി ഇവിടെ റെഡിയായി. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അടുത്ത വീഡിയോ